ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അർച്ചന വേൾഡ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സിൻ്റെ മെസ്സേജ് എന്താണ് നിങ്ങൾക്കായിട്ടുള്ളത് എന്ന് നോക്കാനാണ്. അപ്പോൾ നമുക്ക് റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് മെസ്സേജ്, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് ഒട്ടും തന്നെ എക്സ്പ്രസീവ് അല്ല. അപ്പോൾ അവർ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുകയാണ്. അതായത്, എനിക്ക് നിങ്ങളോട് ഒത്തിരി സ്നേഹമുണ്ട്, പക്ഷേ എനിക്കത് പറയാൻ പറ്റുന്നില്ല. പക്ഷേ ഈ ലോകത്തോട് തന്നെ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുകയാണ് എത്രമാത്രം സ്നേഹമാണ് നിങ്ങളോടുള്ളത് എന്ന്. ഈ ഒരു മുഴുവൻ ലോകത്തോടും പറയുവാൻ ആഗ്രഹിക്കുകയാണ് ഇവർ, നിങ്ങൾ ഇവരുടേത് മാത്രമാണ് എന്ന്. പക്ഷേ എന്തോ ഒരു കാര്യമുണ്ട്, അത് കാരണം ഇവർക്ക് ആരോടും തുറന്ന് പറയുവാൻ സാധിക്കുന്നില്ല. ഇവരുടെ ആ ഒരു ലവ് എക്സ്പ്രസ് ചെയ്യുവാൻ സാധിക്കുന്നില്ല എന്നാണ് നിങ്ങളുടെ പേഴ്സൻ്റെ മെസ്സേജായിട്ട് ഫസ്റ്റ് ഇവിടെ കാണുന്നത്. ഇവർ ആഗ്രഹിക്കുന്നുണ്ട് ഇവരുടെ ഇമോഷൻസ് എല്ലാം നിങ്ങളോട് തുറന്ന് എക്സ്പ്രസ് ചെയ്യണമെന്ന്. പക്ഷേ എന്തോ ഒരു പ്രശ്നം കാരണമാണ് ഇവർ ഹൈഡാക്കി വയ്ക്കുന്നത്. ഇവർ ആഗ്രഹിക്കുന്നത് നിങ്ങളും ഇവരുമായിട്ടുള്ള ആ ഒരു ബന്ധത്തിന് ഒരു ഫ്രൂട്ട്ഫുൾ റിസൾട്ട് കിട്ടണമെന്നാണ്. നിങ്ങൾ എത്ര തന്നെ ഇവരെ സ്നേഹിക്കുന്നുണ്ടോ അതേപോലെ തന്നെ ഇവരും നിങ്ങളെ സ്നേഹിക്കുന്നു. ഇവർക്ക് എന്തോ ഒരു പ്രോബ്ലം ഉണ്ട്, അത് കാരണം കുറച്ച് സമയം എടുക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ സമയം എത്ര തന്നെ ആയാലും ഇവർ നിങ്ങളോട് ഇവരുടെ ഉള്ളിലുള്ള സ്നേഹം എക്സ്പ്രസ് ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നെക്സ്റ്റ് മെസ്സേജ്, നിങ്ങളുടെ പേഴ്സൺ ഒരു ഡിസിഷൻ എടുക്കുന്നില്ല. അതായത്, അവർ തിരികെ വരുമോ അതോ നിങ്ങൾ മൂവ് ഓൺ ചെയ്യണമോ എന്നുള്ള ഒരു ഡിസിഷൻ അവർ എടുക്കുന്നില്ല. ഇത് കാരണം നിങ്ങൾ ഇങ്ങനെ വെയിറ്റിംഗ് ആയിട്ടുള്ള എനർജിയിലാണ് ഉള്ളത്. അപ്പോൾ നിങ്ങളുടെ ചോദ്യത്തിനുള്ള ഉത്തരം ഇതാണ്: നിങ്ങളുടെ പേഴ്സൺ ഓൾറെഡി വന്നു കഴിഞ്ഞു, ഇല്ല എങ്കിൽ വരാൻ പോകുകയാണ് എന്നാണ് ഉത്തരം. നിങ്ങളുടെ പേഴ്സൺ നെഗറ്റീവായിട്ടുള്ള ആൾക്കാരുടെ കൂടെയോ നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷൻ്റെ കൂടെയോ ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. അവർ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ അടുത്തേക്ക് വരണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഇവരും ഒരിക്കലും ഒരു സിറ്റുവേഷനിലും സ്റ്റക്കായിട്ടിരിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. പാസ്റ്റിലുള്ള പല കാര്യങ്ങളും റിലീസാക്കി നിങ്ങളുടെ അടുത്തേക്ക് വരുവാനാണ് ഇവർ ആഗ്രഹിക്കുന്നത്. കുറച്ചൊന്ന് നിങ്ങൾ പേഷ്യൻസ് ആയിട്ടിരിക്കേണ്ടതാണ്. നിങ്ങൾ ഇത്രയും കാലം ഇവരുടെ കൂടെ നിന്നില്ല, അതേപോലെ നിങ്ങൾ ഇപ്പോഴും ഇവരുടെ കൂടെ ഒന്ന് ഇവർക്ക് സപ്പോർട്ടായിട്ട് നിൽക്കേണ്ടതാണ്. പേഷ്യൻസ് ആയിട്ട് നിങ്ങൾ ഇവർക്ക് വേണ്ടി കാത്തിരിക്കേണ്ടതാണ്. നെക്സ്റ്റ് മെസ്സേജ്, നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് നേരെ ന്യായം ചെയ്യുവാനാണ് ആഗ്രഹിക്കുന്നത്. കുറേ ആൾക്കാർ ഇവരെ മാനിപ്പുലേറ്റിംഗ് ചെയ്യുവാൻ ശ്രമിക്കുന്നുണ്ട്. ചില സമയം നിങ്ങളുടെ ഭാഗത്ത് എന്തെങ്കിലും പ്രോബ്ലം കാരണം ഇവർ എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കാൻ തുടങ്ങുമ്പോൾ ചില സമയം ഇവരുടെ ഭാഗത്തായിരിക്കും എന്തെങ്കിലും പ്രോബ്ലം. എന്തായാലും എന്ത് പ്രോബ്ലം ആയാലും നിങ്ങൾക്ക് ഒരു ജസ്റ്റിസ് തരണമെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത്. ഇവിടെ ന്യായത്തിൻ്റെ ആ ഒരു എനർജിയാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയിൽ. അപ്പോൾ നിങ്ങൾ ഹോപ്പ്ലെസ് ആകുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ഒരിക്കലും ഹോപ്പ്ലെസ് ആകരുത്. നിങ്ങളുടെ പേഴ്സൻ്റെ ശക്തി നിങ്ങളാണ്. അപ്പോൾ നിങ്ങൾ തകർന്നു പോവുകയാണെങ്കിൽ ഇവരും തകർന്നു പോകും. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ പറയാൻ കാരണം. ഇവർ എല്ലാ രീതിയിലും ശ്രമിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഒരു ജസ്റ്റിസ് തരുവാനായിട്ട്. നെക്സ്റ്റ് മെസ്സേജ്, നിങ്ങളുടെ പേഴ്സൺ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നത്, നിങ്ങൾ എന്താണോ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നത് അതാണ് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നത് എന്നാണ്. അതായത്, നിങ്ങൾ എന്താണോ ഇമാജിനേഷൻ ചെയ്യുന്നത്, നിങ്ങളുടെ പേഴ്സണ് കൂടി ഒരു നല്ലൊരു ജീവിതം, നിങ്ങളുടെ പേഴ്സണെ മാരേജ് ചെയ്യുക, യൂണിയൻ ആവുക, കമ്മിറ്റ്മെൻറ്റ് തരിക, നിങ്ങളുടെ പേഴ്സൺ അതൊക്കെ തന്നെയാണ് ഇവരും ഇമാജിൻ ചെയ്യുന്നത്. നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത് നിങ്ങളുമായിട്ടൊരു പുതിയ തുടക്കമാണ്, ഒരു ട്രാൻസ്ഫർമേഷനാണ്. അതായത്, നിങ്ങളുടെ ഇപ്പോഴത്തെ സ്ഥിതിയിൽ ഒരു ചേഞ്ച് വരുവാനാണ് ഇവർ ആഗ്രഹിക്കുന്നത്. അതായത്, ഒരു പോസിറ്റീവായിട്ടുള്ള ചേഞ്ച് ഉണ്ടാകണമെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ രണ്ടുപേരുടെയും കൂടെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ട്രാൻസ്ഫർമേഷൻ ഉണ്ടാവണമെന്നും കൂടാതെ നിങ്ങളുടെ കൂടെ ജീവിക്കാനാണ് ഇവർ ആഗ്രഹിക്കുന്നത്. ഇവരുടെ ലവ് നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യുവാനും ഇവർ ആഗ്രഹിക്കുന്നു. ഇവിടെ നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് ഭയങ്കരമായിട്ട് അട്രാക്ഷൻ ഉള്ളതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത്, ഞാൻ നിങ്ങളെ ഒത്തിരി മിസ്സ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ്. ഇവിടെ ഫിസിക്കൽ അട്രാക്ഷൻ നിങ്ങളോട് കൂടുതലായിട്ടുള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. കാരണം സ്നേക്കിൻ്റെ ആ ഒരു എനർജി പറയുന്നത് സെക്ഷൽ അട്രാക്ഷനും നിങ്ങളോട് കൂടുതലായിട്ടുള്ളതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സണ്. അപ്പോൾ ഭയങ്കരമായിട്ടുള്ള ഒരു പൊസസീവ്നെസ് നിങ്ങളുടെ കൂടെ ഇന്നത്തെ ദിവസം ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സണ്. നിങ്ങൾക്കൊരു ക്ലാരിറ്റി തരുവാൻ ഇവർ ആഗ്രഹിക്കുകയാണ്. ഇവരുടെ മനസ്സിൽ എന്തൊക്കെയോ കാര്യങ്ങളുണ്ട്.
ഇവരുടെ ഇമോഷൻസ് എല്ലാം ഇവർ ഹൈഡാക്കി വച്ചേക്കാണ്. ഇവർ ഉറപ്പായിട്ടും ഇനി നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യുന്നതാണ് വരാൻ പോകുന്ന സമയം. മാരേജ് റിലേറ്റഡ് ആയിട്ട് എന്തോ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസിഷൻ നിങ്ങളുടെ പേഴ്സൺ എടുത്തു കഴിഞ്ഞു, വീട്ടിൽ സംസാരിച്ചു കഴിഞ്ഞു. അതിനെക്കുറിച്ചും നിങ്ങളോട് ഇവർ ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി അല്ലെങ്കിൽ കറണ്ട് മെസ്സേജ്. ഇനി ഏഞ്ചൽ മെസ്സേജ് നോക്കാം. നിങ്ങൾ എത്ര തന്നെ പ്രോബ്ലംസിലായാലും നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ പ്രസൻറ്റ് സിറ്റുവേഷനെ വേസ്റ്റ് ആക്കരുത് എന്നാണ് ഇവിടെ ഏഞ്ചൽസ് പറയുന്നത്. അതായത് പ്രസൻറ്റ് സിറ്റുവേഷൻ നിങ്ങൾ മാക്സിമം എൻജോയ് ചെയ്യുവാൻ ശ്രമിക്കുക. കാരണം കഴിഞ്ഞു പോയ സമയം പിന്നെ നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഉള്ള സമയം നമ്മൾ സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുവാനാണ് ഏഞ്ചൽസ് പറയുന്നത്. കൂടാതെ നിങ്ങളുടെ രണ്ടുപേരുടെ ലൈഫിൽ എന്തൊക്കെ സംഭവിക്കുന്നുണ്ടോ ഒരാൾ മറ്റൊരാളെ ബ്ലെയിം ചെയ്യാൻ പാടില്ല. അവർ എന്തെങ്കിലും ബ്ലെയിം നിങ്ങളുടെ മേലും നിങ്ങൾ എന്തെങ്കിലും ബ്ലെയിം അവരുടെ മേലും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം ചിന്തിക്കുക, നമ്മൾ പരസ്പരം ബ്ലെയിം ചെയ്യുന്നത് കൊണ്ട് ഒന്നും തന്നെ നേരെയാകാൻ പോകുന്നില്ല. അതുകൊണ്ട് ഈ ഒരു രീതിയാണ് മാറ്റേണ്ടത് എന്ന് നിങ്ങൾ ചിന്തിക്കുക. ഇവിടെ എന്ത് പ്രോബ്ലംസ് ആയാലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നിച്ച് നിന്ന് ചെയ്താൽ മാത്രമേ എന്ത് കാര്യമായാലും മാറ്റാൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യുക, അവർ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യുക, അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക. ഇവരും അങ്ങനെയാണ് ആഗ്രഹിക്കുന്നത് നിങ്ങളിൽ നിന്ന്. അപ്പോൾ നിങ്ങൾ കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക, അവരും നിങ്ങളോട് പല കാര്യങ്ങൾക്കും അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ്. അങ്ങനെ കോംപ്രമൈസ് ചെയ്ത് കൊണ്ടുപോയാൽ മാത്രമേ പല കാര്യങ്ങൾക്കും ഒരു ചേഞ്ച് കൊണ്ടുവരുവാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ എല്ലാം ഒരാളുടെ മേലാകുമ്പോൾ ഒന്നും തന്നെ നേരെയാവത്തില്ല. അതായത് നിങ്ങൾ കാരണമാണ് ഇങ്ങനെ സംഭവിച്ചത്, നിങ്ങളാണ് തെറ്റുകാരി, എല്ലാത്തിനും ഒരാളെ തന്നെ പഴിച്ചുകൊണ്ടിരുന്നാൽ പിന്നെ അങ്ങനെ തന്നെ ആയിരിക്കും. ഒരു ചേഞ്ച് കൊണ്ടുവരാൻ നമ്മളെക്കൊണ്ട് സാധിക്കത്തില്ല. അതുകൊണ്ട് കോംപ്രമൈസ് ചെയ്ത് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് കാര്യങ്ങൾ കൊണ്ടുപോകാൻ ശ്രമിക്കുക. എന്നിട്ട് നിങ്ങൾ ഒന്നിച്ച് കാര്യങ്ങളിൽ ചേഞ്ച് കൊണ്ടുവരുവാൻ ശ്രമിക്കുക. അങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോഴാണ് പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് നിങ്ങൾക്ക് കൊണ്ടുവരുവാൻ സാധിക്കുന്നത്, നിങ്ങൾക്ക് രണ്ടുപേർക്കും. ഇനി അവരുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ട്, അവരത് സമ്മതിക്കുകയാണ് എങ്കിൽ അതിന് ഒരു സമാധാനപരമായിട്ട് ആ ഒരു പ്രശ്നം അവിടെ അവസാനിപ്പിക്കുക. അല്ല നിങ്ങളുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ട്, നിങ്ങളത് സമ്മതിക്കാതിരിക്കുകയാണ് എങ്കിൽ കാര്യങ്ങൾ കൂടുതൽ വഷളാകും. അതുകൊണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അതിനെ അക്സെപ്റ്റ് ചെയ്യുക. അതായത് എൻ്റെ ഭാഗത്ത് തെറ്റുണ്ട്, ഇനി ഞാൻ അങ്ങനെ ആവർത്തിക്കത്തില്ല എന്ന് പറഞ്ഞ് അവിടെ ഒരു സോറിയോ എന്തെങ്കിലും ചോദിച്ചാൽ ആ കാര്യത്തെ സമാധാനപരമായിട്ട് അവിടെ അവസാനിപ്പിക്കുക. അങ്ങനെ ഈ ഒരു ജീവിതത്തിൽ എല്ലാ തെറ്റുകളും പരസ്പരം മനസ്സിലാക്കി അതിനെ സമ്മതിച്ച് കൊടുത്ത് ഇനി ഒരു തെറ്റും ആവർത്തിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് എക്സെപ്റ്റേഷനോടെ മുന്നോട്ട് പോകുമ്പോഴാണ് ഈ ഒരു ബന്ധത്തിന് ഒരു ദൃഢത വരുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിംഗ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്ന എൻ്റെ റീഡിങ്ങിലൂടെ. ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.